മുംബൈ ഭീകരാക്രമണ കേസിലെ മുഖ്യ സൂത്രധാരൻ തഹാവൂർ റാണയെ പട്യാല ഹൗസ് കോടതിയിൽ എത്തിച്ചു. അമേരിക്കയിൽ നിന്ന് ഇന്ത്യയിലെത്തിച്ച തഹാവൂർ റാണയെ അറസ്റ്റ് രേഖപ്പെടുത്തിയ ശേഷമാണ് NIA കോടതിയിൽ എത്തിച്ചത്. കോടതി നടപടികൾ പൂർത്തിയാക്കിയ ശേഷം NIA ആസ്ഥാനത്തേക്ക് റാണയെ എത്തിക്കും. കോടതി പരിസരത്തും NIA ആസ്ഥാനത്തും വൻ സുരക്ഷയാണ് ഡൽഹി പോലീസ് ഒരുക്കിയിരിക്കുന്നത്. തഹാവൂർ റാണയുടെ ചിത്രം NIA പുറത്തുവിട്ടു. പട്യാല ഹൗസ് കോടതിയിൽ നിന്ന് ബൽറാം നെടുങ്ങാടിയും NIA ആസ്ഥാനത്ത് നിന്ന് വിനീത വിജിയും ചേരുന്നുണ്ട്. ആദ്യം ബൽറാമിലേക്ക്. ബൽറാം, കോടതി നടപടികൾ നീളുകയാണോ? ഗോകുൽ, കോടതി നടപടികൾ ഇപ്പോൾ പൂർത്തിയായിരിക്കുന്നു എന്നാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. അല്പസമയത്തിനകം തന്നെ തഹാവൂർ റാണയെ ജുഡീഷ്യൽ കസ്റ്റഡിയിൽ വിടുമോ എന്ന കാര്യത്തിൽ വ്യക്തത ഉണ്ടാകും. പ്രധാനമായും ഈ 1 മാസത്തെ കസ്റ്റഡി വേണം എന്ന ആവശ്യമാണ്, കസ്റ്റഡിയിൽ തഹാവൂർ റാണയെ ചോദ്യം ചെയ്യണം എന്ന ആവശ്യമാണ് NIA മുന്നോട്ട് വച്ചിരിക്കുന്നത്. അതിൽ കോടതി എന്ത് നിലപാട് സ്വീകരിക്കും എന്നുള്ളത് വ്യക്തമാകേണ്ടതുണ്ട്. അല്പസമയത്തിനകം തന്നെ എന്താണ് കോടതിയുടെ ഈ തീരുമാനം എന്ന കാര്യം വ്യക്തമാകും. നിലവിൽ ഇപ്പോൾ കോടതി നടപടികൾ പൂർത്തിയായിരിക്കുന്നു. നിമിഷങ്ങൾക്കകം തന്നെ തഹാവൂർ റാണയുമായി പോലീസ് സംഘം, NIA-യുടെയും പോലീസും ഉൾപ്പെട്ട സംഘം പുറത്തേക്ക് വരും. കനത്ത സുരക്ഷാ ക്രമീകരണങ്ങൾ ഈ കോടതി പരിസരത്ത് തുടരുകയാണ്. തഹാവൂർ റാണയെ ചോദ്യം ചെയ്യുന്നതിൽ നിന്നും നിർണായകമായ വിവരങ്ങൾ ലഭിക്കേണ്ടതുണ്ട് എന്നാണ് NIA വ്യക്തമാക്കിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ കസ്റ്റഡിയിൽ ചോദ്യം ചെയ്യണമെന്ന ആവശ്യം NIA ഉന്നയിച്ചിരിക്കുന്നു. 2 വിഭാഗത്തിന്റെയും അഭിഭാഷകരുടെ വാദങ്ങൾ പൂർത്തിയാക്കി, നടപടികൾ കോടതി പൂർത്തിയാക്കിയിരിക്കുകയാണ്. അതിനുശേഷം അല്പസമയത്തിനകം തന്നെ നമുക്ക് ഈ ജുഡീഷ്യൽ കസ്റ്റഡിയിൽ വിടുമോ അല്ലെങ്കിൽ ചോദ്യം ചെയ്യലിനായി NIA കസ്റ്റഡിയിൽ ലഭിക്കുമോ എന്നീ കാര്യത്തിൽ വ്യക്തതയുണ്ടാകും. കസ്റ്റഡിയിൽ ലഭിച്ചാൽ NIA ആസ്ഥാനത്ത് തന്നെ ഉള്ള സെല്ലിൽ റാണയെ പാർപ്പിച്ച് അവിടെ വെച്ച് തന്നെ ചോദ്യം ചെയ്യാനാണ് NIA-യുടെ തീരുമാനം. അതിനായുള്ള എല്ലാ സജ്ജീകരണങ്ങളും NIA ഒരുക്കിയിട്ടുണ്ട്. നിലവിൽ ഇപ്പോൾ ഏത് സമയവും റാണയുമായി പോലീസ് സംഘം പുറത്തേക്ക് വരാം. അതിനായുള്ള ഒരുക്കങ്ങളെല്ലാം പൂർത്തിയായിരിക്കുന്നു. നേരത്തെ റാണയെ അകത്തേക്ക് കൊണ്ടുപോയ ഘട്ടത്തിൽ റാണയോടൊപ്പം ആ വാഹന വ്യൂഹത്തോടൊപ്പം അകത്തേക്ക് പോയ പോലീസ് ഉദ്യോഗസ്ഥരിൽ പലരും മടങ്ങിയെത്തിയിരിക്കുന്നു, പുറത്തേക്ക് മടങ്ങിയെത്തിയിരിക്കുകയാണ്. ഇപ്പോൾ NIA-യുടെയും റോയുടെയും ഒപ്പം തന്നെ NSG-യുടെയും സംഘം ആണ് കോടതിക്കുള്ളിൽ ഉള്ളത്. കനത്ത സുരക്ഷയിൽ തന്നെയാണ് ഈ റാണയെ കോടതിക്ക് മുന്നിൽ ഹാജരാക്കിയതും. ഈ കേസിന്റെ പ്രാധാന്യം ഉൾപ്പെടെ ഉൾക്കൊണ്ടുകൊണ്ട് കനത്ത സുരക്ഷാ ക്രമീകരണങ്ങൾ ഒരുക്കിയിരുന്നു. കൂടാതെ റാണയെ കയറ്റി അയക്കുന്ന സമയത്ത് US നൽകിയ ഉറപ്പുകൾ കൂടി പാലിക്കുന്നതിന് വേണ്ടിയാണ് ഇത്രത്തോളം കനത്ത സുരക്ഷാ ക്രമീകരണങ്ങൾ ഒരുക്കിയത്. കോടതിയിലാകട്ടെ മറ്റ് മാധ്യമപ്രവർത്തകർക്കടക്കം പ്രവേശനം അനുവദിച്ചിരുന്നില്ല. ഈ പോലീസും സുരക്ഷയ്ക്കായി നിയോഗിച്ച ഉദ്യോഗസ്ഥരും അഭിഭാഷകരും മാത്രമാണ് കോടതിയിൽ ഉണ്ടായിരുന്നത്. മറ്റാർക്കും തന്നെ പ്രവേശനം ഇല്ലായിരുന്നു. റാണയുമായുള്ള വാഹനവ്യൂഹം എത്തിയതിന് തൊട്ടു പിന്നാലെ തന്നെ കോടതിയുടെ 4 ഗേറ്റുകളും അടയ്ക്കുകയായിരുന്നു പോലീസ്. ആരെയും തുടർന്ന് പ്രവേശിപ്പിച്ചില്ല കോടതിക്ക് അകത്തേക്ക്. നേരത്തെ ഓൺലൈനായി ഹാജരാക്കാൻ ആലോചനയിലായിരുന്നെങ്കിലും പിന്നീട് വൈദ്യപരിശോധന ഉൾപ്പെടെ പാലം ടെക്നിക്കൽ വിമാനത്താവളത്തിൽ പൂർത്തിയാക്കിയ ശേഷമാണ് റാണയെ ഈ പട്യാല ഹൗസ് കോടതിയിലേക്ക് എത്തിച്ചത്. ഈ റോഡിൽ മുഴുവനായും തന്നെ പോലീസ് വലിയ സുരക്ഷാ ക്രമീകരണങ്ങൾ ഒരുക്കിയിരുന്നു. പ്രത്യേകിച്ചും ഈ പാലം വിമാനത്താവളത്തിൽ നിന്നും പട്യാല ഹൗസ് കോടതിയിലേക്കുള്ള 17 കിലോമീറ്റർ റോഡിൽ എല്ലാ റെഡ് ലൈറ്റുകളും പോലീസിനെ നിയോഗിച്ചിരുന്നു. അവ ഒരു ഘട്ടത്തിലും ആ വാഹന വ്യൂഹത്തിന് തടസ്സമുണ്ടാകരുത് എന്ന നിലയിൽ എല്ലാ ലൈറ്റുകളും ഗ്രീൻ സിഗ്നൽ നൽകി പോലീസ് കാത്തു നിൽക്കുകയായിരുന്നു. വഴിയിലുടനീളം പോലീസിന്റെ കനത്ത വിന്യാസമുണ്ടായിരുന്നു. സമാനമായ സാഹചര്യം തന്നെയാണ് NIA ആസ്ഥാനത്തുമുള്ളത്. ഇന്ന് രാവിലെ മുതൽ തന്നെ NIA ആസ്ഥാനത്ത് പട്യാല ഹൗസ് കോടതി കൂടാതെ പാലം വിമാനത്താവളം എന്നിവിടങ്ങളിൽ കനത്ത സുരക്ഷാ ക്രമീകരണങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. കൂടാതെ തിഹാർ ജയിലിലും സുരക്ഷാ ക്രമീകരണങ്ങൾ ഒരുക്കിയിരിക്കുന്നു. തഹാവൂർ റാണയെ US നിന്നും കയറ്റിയ ആ ഘട്ടത്തിൽ തന്നെ ഇതുമായി ബന്ധപ്പെട്ടുള്ള സന്ദേശം തിഹാർ ജയിൽ അധികൃതർക്ക് ലഭിക്കുകയും തുടർന്ന് കനത്ത സുരക്ഷയുള്ള ഒരു മുറി, CCTV നിരീക്ഷണം ഉൾപ്പെടെ ക്രമീകരിച്ചിട്ടുള്ള ഒരു സെല്ലാണ് തഹാവൂർ റാണയ്ക്ക് വേണ്ടി തയ്യാറാക്കിയത്. കൂടാതെ പ്രത്യേക സുരക്ഷാ ഉദ്യോഗസ്ഥരെയും തയ്യാറാക്കി നിർത്തിയിട്ടുണ്ട് തിഹാർ ജയിലിൽ. നിലവിലിപ്പോൾ
NIA കസ്റ്റഡിയിൽ ലഭിച്ചാൽ എന്നാൽ NIA ആസ്ഥാനത്ത് തന്നെയുള്ള സെല്ലിൽ പാർപ്പിക്കാനാണ് ആലോചിക്കുന്നത്. തുടർന്ന് മറ്റ് അഭിഭാഷകർ അടക്കമുള്ളവരുമായി ആലോചിച്ച ശേഷമായിരിക്കും ഇക്കാര്യത്തിലുള്ള അന്തിമ തീരുമാനം. ചോദ്യം ചെയ്യലിനായുള്ള പ്രത്യേക സംഘത്തെ നേരത്തെ തന്നെ തയ്യാറാക്കിയിട്ടുണ്ട്. ഈ 12 അംഗ സംഘമായിരിക്കും ഈ തഹവൂർ റാണയെ ചോദ്യം ചെയ്യുക. NIA 20 ദിവസത്തെ കസ്റ്റഡിയാണ് 20 ദിവസത്തെ കസ്റ്റഡിയാണ് ഈ ആവശ്യപ്പെട്ടിരിക്കുന്നത്. അതിൽ കോടതിയുടെ തീരുമാനം എന്ത് എന്നുള്ളത് അല്പസമയത്തിനകം തന്നെ അറിയാം. ഒരു UAPA കേസ് ആണ് എന്നതുകൊണ്ട് തന്നെ ഈ കേസുമായി ബന്ധപ്പെട്ട് 30 ദിവസം വരെ കസ്റ്റഡിയിൽ ലഭിക്കാവുന്ന സാഹചര്യം ഉണ്ട്. പരമാവധി കസ്റ്റഡി തന്നെ റാണയെ വേണം എന്ന ഒരു നിലപാടിലാണ് NIA ഉണ്ടായിരുന്നത്. പ്രത്യേകിച്ച് ഈ കേസുമായി ബന്ധപ്പെട്ടുള്ള പാകിസ്ഥാന്റെ ബന്ധം, പാക് ഭരണകൂടത്തിന് എത്രത്തോളം അറിവുണ്ടായിരുന്നു ഈ സംഭവത്തിൽ, എത്രത്തോളം ഇടപെടൽ അത്തരത്തിൽ ഉണ്ടായിട്ടുണ്ടോ, ഈ ഭീകരാക്രമണവുമായി ബന്ധപ്പെട്ട മറ്റ് സഹായങ്ങൾ ലഭിച്ചിട്ടുണ്ടോ, വേറെ പുറത്തു വന്ന ഭീകര സംഘടനകൾക്ക് അപ്പുറത്തേക്ക് മറ്റേതെങ്കിലും സംഘടനയ്ക്കോ വ്യക്തിക്കോ ഈ മുംബൈ ഭീകരാക്രമണവുമായി ബന്ധമുണ്ടോ, ഒപ്പം തന്നെ ഇതിന് ലഭിച്ച സാമ്പത്തിക സഹായം, ആഭ്യന്തരമായി ലഭിച്ച സഹായങ്ങൾ, ഈ ഭീകരാക്രമണത്തിന് പിന്നാലെ നടത്തിയ അന്വേഷണത്തിൽ റാണ 281 തവണ ഹെഡ്ലിയുമായി ഫോണിൽ സംസാരിച്ചതായുള്ള തെളിവുകൾ NIAക്ക് ലഭിച്ചിട്ടുണ്ട്. ഒപ്പം തന്നെ 8 തവണ ആക്രമണത്തിന് മുമ്പായി ഇന്ത്യ സന്ദർശിച്ചിരുന്നു. അത് ഭാര്യയോടൊപ്പം അടക്കം ഇന്ത്യയിൽ സന്ദർശനം നടത്തിയിട്ടുണ്ട് വിവിധ നഗരങ്ങളിൽ. അതിൽ കൊച്ചി അടക്കമുള്ള നഗരങ്ങളിൽ റാണ സന്ദർശനം നടത്തിയിട്ടുണ്ട്. ഈ മുംബൈക്ക് അപ്പുറത്തേക്ക് മറ്റേതെങ്കിലും നഗരത്തിൽ, ഡൽഹിയോ ആഗ്രയോ കൊച്ചിയോ അടക്കമുള്ള മറ്റേതെങ്കിലും നഗരത്തിൽ ആക്രമണം നടത്താൻ ഈ ഭീകര സംഘടനകൾക്ക് പദ്ധതി ഉണ്ടായിരുന്നു, അതിനാവശ്യമായി എന്തെങ്കിലും നടപടികൾ എടുത്തിരുന്നു, തയ്യാറെടുപ്പുകൾ നടത്തിയിരുന്നതോ അതിന് ആഭ്യന്തര സഹായം ലഭിച്ചിരുന്നോ എന്നതടക്കമുള്ള കാര്യങ്ങൾ വ്യക്തത വരേണ്ടതുണ്ട്. ഇക്കാര്യങ്ങളെല്ലാം ഉൾപ്പെടുന്ന ഒരു ചോദ്യാവലിയാണ് NIA തയ്യാറാക്കിയിരിക്കുന്നത്. ഈ 17 വർഷം മുമ്പ് നടന്ന ഒരു കേസ് ആയതുകൊണ്ട് തന്നെ കൂടുതൽ വിശദമായി കാര്യങ്ങൾ ലഭിക്കേണ്ടതുണ്ട്. ഈ കേസ് അന്വേഷണത്തിൽ കൂടുതൽ തെളിവുകൾ ലഭിക്കണം, ശക്തമായ തെളിവുകൾ കൂടുതലായി ലഭിക്കേണ്ടതുണ്ട്. എങ്കിൽ വിശദമായ ചോദ്യം ചെയ്യൽ വേണം എന്നൊരു നിലപാട് NIAക്കുണ്ട്. ഇതിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് 1 മാസം കസ്റ്റഡിയിൽ വേണമെന്ന് ആവശ്യപ്പെടാൻ തീരുമാനിച്ചത്. എന്തായാലും 20 ദിവസത്തെ കസ്റ്റഡിയാണ് NIA നിലവിൽ ആവശ്യപ്പെട്ടിരിക്കുന്നത്. അതിൽ കോടതി എന്ത് നിലപാടെടുക്കും എന്നുള്ളത് നിർണായകമാകും. അല്പസമയത്തിനകം തന്നെ എന്താണ് കോടതിയുടെ ഇക്കാര്യത്തിലുള്ള ഒരു നിലപാട്, കോടതി എത്ര ദിവസത്തെ കസ്റ്റഡിയിൽ വിട്ടു എന്നതടക്കമുള്ള കോടതിയിലെ വാദങ്ങൾ ഇപ്പോൾ പൂർത്തിയായിട്ടുണ്ട്. അതിനുശേഷം കസ്റ്റഡി എത്ര ദിവസത്തേക്ക് എന്നതാണ് ഇനി അറിയേണ്ടത്. അക്കാര്യത്തിലുള്ള വ്യക്തത ഉടൻ തന്നെ ലഭിക്കും പട്യാല കോടതിയിൽ നിന്നാണ് പ്രതീക്ഷിക്കുന്നത്. ബൽറാം നെടുങ്ങാടിയാണ് പട്യാല കോടതിയിലുള്ളത്. ഇനി NIA ആസ്ഥാനത്തേക്ക് വിനീത വിജയിലേക്ക് പോവുകയാണ്. വിനീത, NIA ആസ്ഥാനത്തും കനത്ത സുരക്ഷ നേരത്തെ മണിക്കൂറുകളായി തന്നെ അവിടെ അത്തരത്തിലുള്ള സുരക്ഷാ ക്രമീകരണങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് അങ്ങോട്ടേക്കായിരിക്കാം ഈ തഹാവൂർ റാണയെ എത്തിക്കുക എന്നൊരു നിഗമനമുള്ളത്. അതല്ല മറ്റൊരു രഹസ്യ കേന്ദ്രത്തിലേക്കാണോ കൊണ്ടുപോവുക എന്നും അറിയില്ല. ഏതായാലും കിട്ടുന്ന ആദ്യ മണിക്കൂറുകളിൽ തന്നെ ഒരു ചോദ്യം ചെയ്യലിലേക്കൊക്കെ കടക്കുമോ എന്നത് കണ്ടറിയണം. എങ്ങനെയാണ് ഇയാളെ ചോദ്യം ചെയ്യുന്നത് സംബന്ധിച്ച കർശനമായ നിർദ്ദേശങ്ങൾ അമേരിക്കയിൽ കോടതിയിൽ നിന്നടക്കം വന്നിട്ടുമുണ്ട്. ഇപ്പോൾ NIA കേന്ദ്രങ്ങളിൽ നിന്ന് ലഭിക്കുന്ന അവരുടെ നീക്കം സംബന്ധിച്ച വിവരങ്ങൾ എന്താണ്? തീർച്ചയായും ഗോകുൽ സൂചിപ്പിച്ചതുപോലെ 2 ഓപ്ഷനുകളാണ് അന്വേഷണ സംഘത്തിന് മുൻപിലുള്ളത്. ഒന്നെങ്കിൽ ഞാനിപ്പോൾ നിൽക്കുന്ന ഈ NIA ആസ്ഥാനത്തേക്ക് തഹാവൂർ റാണയെ എത്തിക്കുക എന്നുള്ളത് തന്നെയാണ്. ഇവിടുത്തെ സെല്ലിൽ പാർപ്പിച്ചുകൊണ്ട് ഇവിടെ ആയിരിക്കണം ചോദ്യം ചെയ്യൽ അടക്കമുള്ള മറ്റ് നടപടിക്രമങ്ങൾ ഉണ്ടാകേണ്ടത്. അല്ലെങ്കിൽ മറ്റൊരു രഹസ്യ കേന്ദ്രത്തിലേക്ക് വലിയ സുരക്ഷാ ക്രമീകരണങ്ങൾ ഉൾപ്പെടെ മുൻനിർത്തിക്കൊണ്ട് അത്തരത്തിലേക്ക് വലിയൊരു രഹസ്യ കേന്ദ്രത്തിലേക്ക് മാറ്റുക എന്നുള്ളത് തന്നെയാണ്. നമുക്കിപ്പോൾ നിലവിൽ അറിയാൻ കഴിയുന്നത് ഈ NIA ആസ്ഥാനത്തേക്ക് എത്തിക്കുമെന്നുള്ളത് തന്നെയാണ്. അല്പസമയം മുൻപാണ് പോലീസിന്റെ ഒരു വാഹനം കൂടി ഈ NIA ആസ്ഥാനത്തേക്ക് എത്തിയിട്ടുണ്ടായിരുന്നത്. ഉന്നത ഉദ്യോഗസ്ഥരടക്കം NIA ആസ്ഥാനത്തുണ്ടെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അങ്ങനെയെങ്കിൽ മറ്റ് ക്രമീകരണങ്ങളൊക്കെ തന്നെ ഏർപ്പെടുത്തിയിട്ടുണ്ട്. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ കഴിയുന്നത് പോലെ തന്നെ വലിയ സുരക്ഷാ ക്രമീകരണങ്ങൾ ഏതാണ്ട് രാവിലെയോട് കൂടി തന്നെ NIA ആസ്ഥാനത്തിന് മുന്നിൽ ഒരുക്കിയിട്ടുണ്ടായിരുന്നു. ബോംബ് സ്ക്വാഡിന്റെയും ഒപ്പം പിന്നീട് സ്ക്വാഡിന്റെയും ഒക്കെ ഉദ്യോഗസ്ഥർ ഇവിടെ എത്തി പരിശോധനകളൊക്കെ പൂർത്തിയാക്കിയിട്ടുണ്ട്. ഇപ്പോഴും നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ കഴിയുന്നത് പോലെ തന്നെ BSFന്റെയും ഒപ്പം പോലീസ് ഉൾപ്പെടെയുള്ള സുരക്ഷാ ഉദ്യോഗസ്ഥർ ഇവിടെ തുടരുകയാണ്. അതീവ സുരക്ഷാ ക്രമീകരണങ്ങൾ മറുവശത്ത് ഏർപ്പെടുത്തിയിട്ടുണ്ട്. തഹാവൂർ റാണയെ ഒരുപക്ഷെ NIA ആസ്ഥാനത്തേക്ക് എത്തിക്കുമെന്ന് തന്നെയാണ് അറിയാൻ കഴിയുന്നത്. ഉദ്യോഗസ്ഥരൊക്കെ ഉച്ചയോടുകൂടി തന്നെ ഈ NIA ആസ്ഥാനത്തേക്ക് എത്തിയിട്ടുണ്ടായിരുന്നു. 12 അംഗ സംഘമായിരിക്കും തഹാവൂർ റാണയെ ചോദ്യം ചെയ്യുക. അത് ഏതൊക്കെ ഘട്ടത്തിൽ ആ
ചോദ്യം ചെയ്യൽ ഉൾപ്പെടെയുള്ള കാര്യങ്ങളെ സംബന്ധിച്ചുള്ള വിശദാംശങ്ങളിലൊക്കെ നമുക്കിനി കൂടുതൽ വിവരങ്ങൾ കൂടി അറിയേണ്ടതായിട്ടുണ്ട്. ഏതാണെങ്കിലും പ്രധാനമായും ഇന്ത്യ കാത്തിരിക്കുന്ന നിരവധി ചോദ്യങ്ങളുണ്ട്. ഈ ഭീകരരുമായുള്ള ബന്ധം, ഒപ്പം തന്നെ ഈ മുംബൈ ഭീകരാക്രമണത്തിൽ പാക് ഭീകര സംഘടനയ്ക്കുള്ള ബന്ധം, ഇങ്ങനെ ഉൾപ്പെടെയുള്ള നിരവധി ചോദ്യങ്ങൾ. ആ ചോദ്യങ്ങൾക്കൊക്കെ തന്നെ തഹാവൂർ റാണയ്ക്ക് വളരെ കൃത്യമായിട്ടുള്ള ഉത്തരം നൽകാൻ കഴിയുമെന്ന് തന്നെയാണ് അന്വേഷണ സംഘം ഈ ഘട്ടത്തിലും പ്രതീക്ഷിക്കുന്നത്. നേരത്തെ ബൽറാം സൂചിപ്പിച്ചതുപോലെ 20 ദിവസത്തെ കസ്റ്റഡിയിൽ വേണമെന്നുള്ളത് തന്നെയാണ് അന്വേഷണ സംഘം ആവശ്യപ്പെട്ടിട്ടുള്ളത്. അതൊരു പക്ഷേ 15 ദിവസം കെട്ടിയാലെങ്കിലും ആശ്വാസം എന്നൊരു നീക്കം തന്നെയാണ് അന്വേഷണ സംഘത്തെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാവുക. കാരണം അത്രയും വളരെ വിശാലമായിട്ടുള്ള ഒരു ചോദ്യം ചെയ്യൽ, അത്രയും വളരെ വിശദമായിട്ടുള്ള വിശദാംശങ്ങൾ തഹാവൂർ റാണയിൽ നിന്നൊക്കെ തന്നെ എടുക്കേണ്ടതായിട്ടുണ്ട്. അതൊക്കെ തന്നെ ഈ കേസിന്റെ തുടരന്വേഷണത്തിനടക്കം നിർണായകമാകുമെന്ന് തന്നെയാണ് അന്വേഷണ സംഘം കരുതുന്നത്. 16-17 വർഷത്തെ ഒരു കാത്തിരിപ്പിനൊടുവിലാണ്, നിയമ പോരാട്ടത്തിനൊടുവിലാണ് തഹാവൂർ റാണ എന്ന വലിയ കൊടും കുറ്റവാളിയെ ഇന്ത്യയിലേക്ക് എത്തിച്ചിരിക്കുന്നത്. അതും ചില മാനദണ്ഡങ്ങളടക്കം മുന്നോട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. സുരക്ഷ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അത് അങ്ങനെ തന്നെ പാലിക്കുന്നതായി തന്നെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഈ NIA ആസ്ഥാനത്താണെങ്കിലും നേരത്തെ കൊണ്ടുപോയ പട്യാല കോടതിയിലാണെങ്കിലും വലിയ ക്രമീകരണങ്ങളൊക്കെ തന്നെയാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത്. ഏതാണെങ്കിലും തുടക്കം മുതൽ ഒരു രഹസ്യ സ്വഭാവം ഈ അന്വേഷണ സംഘം സൂക്ഷിക്കുന്നുണ്ട്. അതൊരു പക്ഷേ ഈ ഒരു കേസിന്റെ നിലവിലെ സ്വഭാവവും ഒപ്പം തന്നെ ആ കേസിന്റെ ഒരു വലിയൊരു ഇമ്പോർട്ടൻസും ഒക്കെ കൂടി മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ്, ആ പ്രാധാന്യം ഉൾപ്പെടെ ആ കേസിന് നൽകുന്നത് കൂടി കൊണ്ട് തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഇവിടേക്ക് എത്തുമെന്നുള്ള റിപ്പോർട്ടുകളാണ് നമുക്കിപ്പോൾ നിലവിലുള്ളത്. ഈ NIA ആസ്ഥാനത്തേക്ക് അല്ലെങ്കിൽ മറ്റൊരു രഹസ്യ കേന്ദ്രത്തിലേക്ക് എത്തിച്ചുകൊണ്ടായിരിക്കും ചോദ്യം ചെയ്യലടക്കമുള്ള കാര്യങ്ങൾ ഉണ്ടാവുക. ഗൂഗിൾ അതെ, ഏതായാലും ഈ എത്ര ദിവസത്തേക്കാണ് കസ്റ്റഡി ആവശ്യം? 30 ദിവസത്തെ എന്ന് കസ്റ്റഡി വേണമെന്ന NIAയുടെ ആവശ്യം അതുപോലെ തന്നെ അംഗീകരിക്കുമോ പട്യാല ഹൗസ് കോടതി എന്നത് അല്പസമയത്തിനകം തന്നെ അറിയാം. തഹാവൂർ റാണയുടെ റിമാൻഡുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ ഉടൻ തന്നെ വരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. വിനീത വിജയും ബൽറാം നെടുങ്ങാടിയും വിവരങ്ങളുമായി തത്സമയം തുടരും. ആ വാർത്തയിലേക്ക് തന്നെ തിരികെ എത്താം.